ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പച്ചടി. വെള്ളരിക്ക കൊണ്ടും പടവലങ്ങ കൊണ്ടും ക്യാരറ്റ് കൊണ്ടും ആപ്പിൾ കൊണ്ടും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിളും ഒക്കെ വെച്ചിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പഴം വെച്ചിട്ടൊക്കെ. അതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. വെള്ളരിക്ക ഇപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളരിക്ക ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് വെച്ചുണ്ടാക്കുന്നത്. ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ് പച്ചടി, അതുകൊണ്ട് ഞാനിത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ പഠിച്ചതാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. തേങ്ങയും ഒരു മുളകും, ഉണ്ടമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉണ്ടമുളകിന് നല്ല മണവും എരിവും ആയതുകൊണ്ട് ഞാൻ അതാണ് എടുത്തേക്കുന്നത്. പിന്നെ വെള്ളരിക്കയും, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ വെള്ളരിക്കയിൽ കുറച്ച് വെള്ളം എടുത്ത് ചേർക്കുക. വെള്ളരിക്കയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട. കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നീട് ഉപ്പ് ചേർക്കണ്ടല്ലോ. ഇതാ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ തേങ്ങ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ എന്താണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ചിലർ തേങ്ങ വേവിക്കാറുണ്ട്, ഞാൻ തേങ്ങ വേവിക്കാറില്ല. ചിലപ്പോഴൊക്കെ വേവിക്കും, ചിലപ്പം വേവിക്കാറില്ല. ചെറുതായിട്ടും ചൂടാക്കിയെടുക്കും. ഇപ്പം ഞാൻ ചൂടാക്കിയിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ തൈര്, നമ്മുടെ കട്ട തൈരാണ് ഇത്. കാടൻ പുളിശ്ശേരി സ്പെഷ്യലിൻ്റെ ഒരു തൈരാണ്. 40 രൂപയാണ് വില. നല്ല കട്ട തൈരാണ്. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ വറ്റൽമുളക് ചേർത്തു. വറ്റൽമുളക് ഉണങ്ങിയതല്ല, ചെറുതായിട്ടൊന്ന് പഴുത്തതാണ് വറ്റൽമുളക്. മറ്റേതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാപ്പീര ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പീര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പീര ചേർക്കുന്നത്. തേങ്ങാപ്പീര ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്തിട്ട് നമ്മളതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഈസിയുള്ളൊരു സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യുന്നത് നല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ പഞ്ചസാര മിക്സ് ചെയ്യാറുണ്ട് നല്ല രുചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റം. നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വേറെ വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ.